മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എനിക്കും മഹിക്കും വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ മാലയിടുന്നത്. കാരണം നിങ്ങൾ എന്തായാലും ഈ വീട്ടിൽ നിന്ന് പോവില്ല എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയും. അതുകൊണ്ട് നിങ്ങൾക്കും കൂടി നല്ല ബുദ്ധി തരണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാലയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കൊല ചെയ്യാനും ചതിക്കാനുമുള്ള മനസ്സില്ലാതിരിക്കണം, അതുമാത്രമാണ്. അതിനു വേണ്ടി കൂടിയാണ് ഞാൻ മാലയിട്ടിരിക്കുന്നത്, പോവാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നിങ്ങനെ കണ്ണൻ പറയണം കേട്ടോ. അതേസമയം തന്നെ കണ്ണൻ ഇങ്ങനെ ആ ഗുരുസ്വാമികൾ വന്നിട്ട് അവിടെ പൂജിച്ചിട്ട് മാലയിടുന്ന സമയത്ത് കണ്ണൻ്റെ കാൽവിരൽ ഇങ്ങനെ ചലിക്കുകയാണ്. അത് പെട്ടെന്ന് തന്നെ മഹി കാണുകയാണ്. മഹി എന്നിട്ട് പിന്നീട് നോക്കുമ്പോൾ ഉണ്ണിയും ദുർഗയും അതിങ്ങനെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മിക്ക് മനസ്സിലാവുകയാണ്, കണ്ണേട്ടാ എന്ന് വിളിക്കുകയാണ് കേട്ടോ. കണ്ണന് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയാണ്, അറിയാതെയാണ്. പിന്നീട് ഉണ്ണിയും ദുർഗയും കൂടി പറയണ്, അമ്മേ അവൻ്റെ ചലനശേഷി തിരിച്ചു കിട്ടിയോ കാലിന്? അതാണോ മലയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. എടാ അവർ മലയ്ക്ക് പോട്ടെ, ഏതായാലും മല ചവിട്ടില്ല, അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ഗുരുസ്വാമികൾ ഒരുപാട് പൂജകളൊക്കെ ചെയ്തതിന് ശേഷം കണ്ണന് മാലയിട്ട് കൊടുക്കണം കേട്ടോ. കണ്ണന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. കാരണം മഹാലക്ഷ്മി മാത്രം കാരണം കൊണ്ടാണ് തനിക്ക് മല കയറാനും മാലയിടാനുമുള്ള ഭാഗ്യം കിട്ടിയത് എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. പിന്നീട് ഉണ്ണിയും ദുർഗയും കൂടി പറയുന്നുണ്ട് കേട്ടോ, അവന് ചലനശേഷി കിട്ടിയോ എന്തോ അങ്ങനെ ചോദിക്കുന്നുണ്ട്. നിൻ്റെ കാലിന് അത് നിങ്ങൾക്ക് തോന്നിയതായിരിക്കും എന്നിങ്ങനെ കണ്ണൻ പറയണം കേട്ടോ. എല്ലാം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമാണ് എന്ന് പറയണ്. പിന്നീട് ഉണ്ണി പ്രതാപനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഈ കാര്യങ്ങൾ എന്തായാലും പ്രതാപനോട് പോയി പറയണമല്ലോ. അതേസമയം ഉണ്ണി അവിടെ എത്തിയതും തന്നെ മുത്തശ്ശിയും പ്രതാപനും കൂടി വരും എന്നൊരു കാര്യമുണ്ടായി. അവിടെ ഗുരുസ്വാമികൾ വന്നിട്ട് കണ്ണേട്ട മാലയിട്ടു എന്നിങ്ങനെ പറയണം കേട്ടോ. മാലയിട്, എങ്ങനെ മാലയിടുന്നത്, എന്നിട്ട് അവൻ എങ്ങനെ പോവുക എന്നിങ്ങനെ മുത്തശ്ശിയും ചോദിക്കുകയാണ് കേട്ടോ. അതൊന്നും അറിഞ്ഞുകൂടാ, അവൻ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്നവനാണ്. ആ മഹാലക്ഷ്മി വന്നതിന് ശേഷമാണ് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതേസമയം മുത്തശ്ശി ഇങ്ങനെ പറയേടാ പോട്ടെ പോട്ടെ, അവൻ എന്തായാലും അവിടുന്ന് ഒരു തിരിച്ചു വരവുണ്ടാവില്ല. ഈ ഉന്തുവണ്ടിയും കൊണ്ട് അവൻ എന്തായാലും മല കയറാനും പോടില്ല. ഏതായാലും അവൻ എന്തായാലും അവിടം കൊണ്ട് തീരും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പ്രതാപനോട് ഉണ്ണി പറയുന്നുണ്ട്, ഇന്ന് ഞങ്ങളവിടെ കാൽവിരലുകൾ ചലിച്ചത് കണ്ടു എന്നിങ്ങനെ പറയണ്. സത്യമാണോ എന്ന് ചോദിക്കുക. അതെ സത്യമാണ്, അവരെന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് എന്നിങ്ങനെ പറയണ്. അതെല്ലാം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ടായിരിക്കും, എന്തായാലും അവൻ അവിടത്തോടെ തീരും എന്നിങ്ങനെ പറയണ്. അതേസമയം ഉണ്ണി പറയുന്നുണ്ട്, ഒരു തൃക്കാർത്തിക ദിവസമാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണി എൻ്റെ അച്ഛനും കണ്ണേട്ടനും കൂടി മാലയിട്ടത്. അങ്ങനെയാണ് അച്ഛൻ നഷ്ടപ്പെട്ടത്. അതിനുശേഷം ഒരിക്കലും അങ്ങേരെ പുറത്ത് പോകണമെന്നോ അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകണമെന്നോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ആ ഒരൊറ്റ സ്ത്രീ കാരണമാണ് എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ പ്രതാപൻ ആകെ മൊത്തം ചൂളിപ്പോവുകയാണ് കേട്ടോ. കാരണം താൻ കാരണം ഉണ്ണിയുടെ അച്ഛനെ കൊന്നതേ എന്ന് ഉണ്ണി ഏതെങ്കിലും സമയത്ത് അറിയോ എന്നുള്ള ചിന്തയാണ് പ്രതാപന്. പക്ഷേ ആ ഉണ്ണിയും മഞ്ജുവും ആ കാര്യം അറിയുകയും പ്രതാപനെ വെറുക്കുകയും ചെയ്യും കേട്ടോ. ഏതായാലും ശരി, മലയ്ക്ക് പോയിട്ട് വരട്ടെ, അവൻ്റെ അവസാനമാണ്. ഒരിക്കലും അവനെ ആ ശബരിമല ചവിട്ടില്ല. അതോട് കൂടിയിട്ട് അവൻ്റെ എല്ലാ കാര്യവും തീരും എന്നും മുത്തശ്ശി ഇങ്ങനെ പറയണിട്ട്. പ്രതാപനോട് ഉണ്ണി പറയണേ, എന്തായാലും ശരി, അവളെ ഇങ്ങനെ വളർത്താൻ പാടില്ല, അവളെ വളർത്തിക്കഴിഞ്ഞാൽ അത് നമുക്കും കൂടി നാശമാണ് എന്നിങ്ങനെ തീരുമാനിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മഞ്ജു സാഗറും കൂടി ആ ടെക്സ്റ്റൈൽസിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് അയാളോട് ചോദിക്കേണ്ടത്, എന്താ താൻ പെട്ടെന്ന് തന്നെ വിളിക്കാൻ കാരണം എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം, എനിക്കറിയില്ലാതെ തെറ്റ് പറ്റിയതാണ് എന്നിങ്ങനെ പറയുകയാണ്. ഇനി മേലിൽ എൻ്റെ ഭാഗത്തു നിന്നോ എൻ്റെ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നോ ഇങ്ങനെ ഒരു അനീതികേടും ഉണ്ടാവില്ല. മഞ്ജുവിന് ഇവിടെ ഏറ്റവും നല്ലൊരു സ്റ്റാഫായിട്ട് ഇവിടെ ജോലി എടുക്കുക എന്നിങ്ങനെ ആ മാനേജർ പറയണം കേട്ടോ. ഇതിൻ്റെ പിന്നിൽ മാർക്കോയാണെന്നും ഇനി മേഘനാഥം വന്നു ഒരു ശല്യവും ചെയ്യില്ല എന്നും മഞ്ജുവിനോട് പറയണം അയാൾ.